ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് വ്യാഴാഴ്ച രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. വ്യാഴാഴ്ച വ്രതമുണ്ട്. തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് പോലെ തന്നെയാണ് വ്യാഴാഴ്ച വ്രതം എടുക്കേണ്ടത്. വ്യാഴാഴ്ച നമ്മൾ ഒരിക്കൽ എടുക്കുന്നവരുണ്ട്, എല്ലാ വ്യാഴാഴ്ചയും ഒരിക്കൽ എടുക്കുന്നവരുണ്ട്, മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഒരിക്കൽ എടുക്കുന്നവരുണ്ട്. ഞാൻ മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഒരിക്കൽ എടുക്കുന്നതാണ്. ഒരിക്കലെന്ന് പറഞ്ഞാൽ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക. നമ്മൾ തലേ ദിവസം തന്നെ വ്രതം നിൽക്കണം. ഇപ്പം വ്യാഴാഴ്ച നാളെ ഒരിക്കൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുധനാഴ്ച മുതൽ തന്നെ നോൺ വെജ് ഒന്നും കഴിക്കാതെ വ്രതമായിട്ടിരിക്കണം. എന്നിട്ട് വ്യാഴാഴ്ച ഒരു നേരം ഭഗവാന്റെ പടച്ചോറ് വാങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അല്പം പച്ചരി പറ്റിച്ച് കഴിക്കുകയോ അങ്ങനെ ചെയ്താൽ മതി. സാധാരണ വ്രതം എടുക്കുന്നത് അതേപോലെ തന്നെ. പക്ഷേ ഒരു വ്യാഴാഴ്ചയും മീനൊന്നും കൂട്ടാൻ പാടില്ല, നോൺ വെജ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തിങ്കളാഴ്ച വ്രതം എടുത്താലും അങ്ങനെ ഒരു തിങ്കളാഴ്ച നമ്മൾ പിന്നെ നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണ് എടുക്കേണ്ടത്. അങ്ങനെ ഇന്ന് മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി ഭഗവാന്റെ പടച്ചോറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, കഴിച്ചു. വരുന്ന വഴിക്ക് എൻ്റെ കുടുംബ വീട്ടിൽ കയറി അമ്മയൊക്കെ കണ്ടിട്ടാണ് വന്നത്. ഗുരുവായൂരും വ്യാഴാഴ്ച വളരെ പ്രാധാന്യമാണല്ലോ, ഭയങ്കര തിരക്കുള്ള ദിവസമാണ് ഗുരുവായൂർ. അതുപോലെ എല്ലാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും എല്ലാം വ്യാഴാഴ്ച നല്ല തിരക്കാണ്. ഈ അമ്പലത്തിൽ ഞാൻ പോയ അമ്പലവും വളരെ പ്രശസ്തിയുള്ളൊരു അമ്പലമാണ്, ഭയങ്കര തിരക്കൊക്കെയാണ്. ഉത്സവമൊക്കെ വളരെ കെങ്കേമമായിട്ട് നടത്തുന്ന അമ്പലമാണ്. അങ്ങനെ അവിടെ പോയിട്ട് വന്നതാണ്. എൻ്റെ വീടിനടുത്ത് ഈ മഹാവിഷ്ണു ക്ഷേത്രം ആയതുകൊണ്ട് ഞങ്ങളുടെ കൊച്ചുനാൾ മുതലേ നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അന്ന് മുതലേ നമ്മൾ ഈ അവിടെ പോയി കൃഷ്ണ രാമ അത് നാമങ്ങൾ മാത്രമാണ് നമ്മൾ ചെല്ലുന്നത്. എപ്പോഴും ഭഗവാനെ കീർത്തിക്കുന്ന നാമങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ. എൻ്റെ കൊച്ചുനാളിലെല്ലാം നമ്മൾ നാമം ചെല്ലുന്നത് കൂടുതലും കൃഷ്ണൻ്റെ നാമങ്ങളാണ്. പിന്നെ ദേവിയുടെ അമ്മേ നാരായണ, ദേവി നാരായണ, അങ്ങനെ ഒന്നോ രണ്ടോ നാമങ്ങൾ. പക്ഷേ മുരുകൻ്റെ നാമമൊന്നും നമ്മളങ്ങനെ ചൊല്ലിയിട്ടേ ഇല്ല. ആകപ്പാടെ ഒരു സ്കന്ദയാം കോമളാങ്കയാം സച്ചിദാനന്ദമൂർത്തിയും മമദുഃഖ വിനാശായ ഷൺമുഖായ നമോ നമ, ആ നാമം മാത്രമേ എനിക്കുള്ള കൊച്ചുനാളെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ എല്ലാ നാമങ്ങളും ചൊല്ലും, അതിൻ്റെ കൂടെ ഈ മുരുകൻ്റെ നാമവും ചൊല്ലും. അങ്ങനെയായിരുന്നു എൻ്റെ കൊച്ചുനാളിലത്തെ കാര്യം. ബാക്കി കൃഷ്ണൻ്റെ കഥകളും കൃഷ്ണൻ്റെ കാര്യങ്ങളും അതേപോലെ കൊച്ചുനാൾ പോലെ നമ്മുടെ അടുത്ത ഒരാൾ പോലെയാണ് നമുക്ക് കൃഷ്ണൻ. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരുമ്പോൾ അവരെല്ലാം വലിയ മുരുക ഭക്തരാണ്. മുരുകനാണ് അവർക്കുള്ള ഏറ്റവും എല്ലാം മുരുകനാണ്. അവിടുത്തെ അച്ഛനാണെങ്കിലും വലിയൊരു മുരുകൻ്റെ അമ്പലത്തിലെ സെക്രട്ടറിയൊക്കെയാണ്. അതുപോലെ തന്നെ പൂജാമുറിയിലും മുരുകൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഭഗവാന്റെയും ഫോട്ടോ വെക്കുന്ന പോലും താല്പര്യമില്ല. അത്ര വലിയ മുരുക ഭക്തരാണ് ഇവിടെ ഉള്ള ആൾക്കാർ. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഞാൻ മുരുകൻ്റെ കീർത്തനങ്ങളെല്ലാം ചൊല്ലാൻ തുടങ്ങിയത്. ഇവിടുത്തെ അമ്മയൊക്കെ മുരുകൻ്റെ നാമങ്ങളാണ്. ആദ്യമേ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ ആ നാമം ചെല്ലും. അതിനുശേഷം പിന്നെ മുരുകൻ്റെ നാമങ്ങളാണ് കൂടുതലും ചെല്ലുന്നത്. എല്ലാ ഷഷ്ടിവ്രതവും എടുക്കും, പിന്നെ ഏകാദശി എടുക്കും അമ്മ. ഗുരുവായൂർ ഏകാദശി, അതുപോലെ അടുത്ത വരുന്ന സ്വർഗ്ഗവാതിൽ ഏകാദശി, ഇതൊക്കെ ഇവിടുത്തെ അമ്മ എടുക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ അമ്മ പഠിപ്പിച്ചാണ് എനിക്ക് മിക്കവാറും വ്രതങ്ങളൊക്കെ എടുക്കാൻ പഠിച്ചത്. അതുപോലെ അമ്മ വലിയ ഭക്തിയാണ്. അമ്മയ്ക്ക് ഞായറാഴ്ച വ്രതം എടുക്കുമായിരുന്നു. അതേപോലെ ഈ ഷഷ്ടി വ്രതം അമ്മ മരിക്കുന്ന മാസവും എടുത്തിട്ടാണ് അമ്മ മരിച്ചത്. മരണമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു, ഒരു ദിവസം പോലും കിടന്നില്ല, അങ്ങനെ ആയിരുന്നു മരണം. അതുപോലെ അച്ഛൻ്റെയും മരണം അങ്ങനെ ആയിരുന്നു. രണ്ടുപേരും അതേപോലെ മുരുക ഭക്തരുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നാണ് ഞാൻ ഷഷ്ടി വ്രതം എന്താണെന്നും ഷഷ്ടി എങ്ങനെ എടുക്കേണ്ടതെന്നും അങ്ങനെയൊക്കെ പഠിക്കുന്നതെല്ലാം ഇവിടെ വന്നിട്ടാണ്. എന്നെ വളരെ ചെറുപ്പത്തിലേ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിനോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളായതുകൊണ്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഇതൊക്കെ എന്നെ പഠിപ്പിക്കാനും അമ്മയുടെ കൂടെ നടന്ന് ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാനും ഒക്കെ ഞാൻ പഠിച്ചു. അങ്ങനെ കുറേ നാൾ ഈ ഷഷ്ടി വ്രതം എടുക്കും. അന്നേരം ഇവിടെ കൃഷ്ണൻ്റെ ഫോട്ടോയൊന്നും വെക്കാൻ അമ്മയ്ക്ക് അവർക്ക് പറയത്തില്ല, വെക്കണ്ടെന്ന് പറയത്തില്ല, പക്ഷെ നമുക്കറിയാമല്ലോ അവർക്ക് അത്ര ഇതല്ലെന്നേ. പിന്നെ എനിക്കുള്ള ഇഷ്ടത്തിന് ഒരു കൃഷ്ണൻ്റെ പശുവിൻ്റെ പുറത്ത് ചാരി നിൽക്കുന്ന ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഞാൻ വയ്ക്കുകയും പിന്നെ അതിലും കൂടെ മാല കെട്ടിയിടുകയും, അല്ലെങ്കിൽ അമ്മ എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ മുരുകനും മാല കെട്ടിയിട്ട് മുരുകന് കിണ്ടി വെള്ളമൊക്കെ വെച്ച് വിളക്ക് കൊളുത്തി, അതാണ് അമ്മയുടെ ഒരു ശീലം. എന്നാൽ ഇവിടെ വലിയൊരു മഹാവിഷ്ണുവിൻ്റെ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രം ഉണ്ട് ഇവിടെ ദേശത്തിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം. പക്ഷേ ഈ മുരുകൻ്റെ ക്ഷേത്രത്തിനോടാണ് ഇവർക്ക്, ഇവിടുത്തെ അച്ഛനൊക്കെ അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് അതാണ് താല്പര്യം. അങ്ങനെ ഞാനും ഒരു മുരുകഭക്തിയും കൂടെ ആയിത്തീർന്നു. അങ്ങനെ ഈ എല്ലാ മാസവും ഷഷ്ടിവ്രതം എടുക്കും. അങ്ങനെ ഷഷ്ടിക്ക് പോകും. അപ്പോഴും ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ്, എന്നാലും നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടുന്ന അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ
ഒരു ദിവസം ഈ ഷഷ്ടി വ്രതത്തിൽ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ മാസവും 300 പേരെങ്കിലും ഈ അമ്പലത്തിൽ ഷഷ്ടി വ്രതം നോക്കുന്നവരുണ്ട്. മാസഷഷ്ടി അല്ലാതെ സ്കന്ദഷഷ്ടിക്ക് ഒരു 5000 പേരെങ്കിലും ഉണ്ടോയെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് വലിയ ഭയങ്കര കെങ്കേമമായിട്ടാണ് സ്കന്ദഷഷ്ടി വ്രതം അവിടെ നടക്കുന്നത്. അങ്ങനെ എല്ലാ മാസത്തിലും ഷഷ്ടി ഞങ്ങളൊക്കെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തൊക്കെ നോക്കുമ്പോൾ കുറച്ച് പേരെ നോക്കുന്നുള്ളൂ. 10 25 പേര്, അത് കഴിഞ്ഞ് 50 പേര്, 100 പേര്, അങ്ങനെ കൂടിയാണ് 300 പേരായത്. അങ്ങനെ ഈ ഷഷ്ടി വ്രതം എല്ലാ മാസവും നോക്കുമ്പോൾ ഒരുപാട് പേര് അവിടെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഷഷ്ടിക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും കല്യാണം നടക്കാതിരിക്കുന്നവരുടെ കല്യാണം നടത്തി കഴിഞ്ഞാൽ ഒരു 100 പേരുടെ ഷഷ്ടിച്ചോറ് അന്നദാനം നടത്തിക്കൊള്ളാം, അല്ലെങ്കിൽ 500 പേരുടെ ഷഷ്ടിച്ചോറ് അന്നദാനം നടത്തിക്കൊള്ളാം എന്നൊക്കെ ഒരുപാട് ആൾക്കാർ നേരും. അത് നടന്നു കഴിയുമ്പോൾ അവർ ആ ചോറ് നമുക്ക് തരും. അപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയുകയാണ്. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നീട് ആ അമ്പലത്തിൻ്റെ സെക്രട്ടറി എൻ്റെ ഹസ്ബൻഡാണ് ആയിരുന്നു, ഇപ്പോഴും ആണ്. അങ്ങനെ ഇങ്ങനെ പുള്ളി പറഞ്ഞ് എല്ലാ മാസത്തിലെ ഷഷ്ടിക്കും ഇതുപോലെ ഒരുപാട് ചോറ് ഫ്രീ ആയിട്ട് കിട്ടും ആൾക്കാർക്ക്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷഷ്ടി വ്രതത്തിന് 100 ചോറ് ഷഷ്ടി ചോറ് ഞാൻ എൻ്റെ വകയായിട്ട് അങ്ങനെ പറഞ്ഞ് ഓരോരുത്തർ നടത്തും. അങ്ങനെ നടത്തുന്ന പതിവുണ്ട്. അപ്പോഴേ ആ ചെല്ലുമ്പോൾ ആ കൂപ്പൺ ഇങ്ങനെ കീറി നമുക്ക് തരും, അതിന് പൈസ കൊടുക്കണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ചോറിന് 20 രൂപയോ 25 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അന്നത്തെ കാലത്ത് 10-15 രൂപയുള്ളെന്ന് തോന്നുന്നു. ആ സമയത്ത് നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഷഷ്ടി വ്രതമാണ്. എനിക്ക് ഷഷ്ടിയുണ്ട്, ചേട്ടൻ എല്ലാ മാസവും ഷഷ്ടിയൊന്നും എടുക്കത്തില്ല, സ്കന്ദഷഷ്ടി മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇവിടുന്ന് കാറിൽ പോവുക. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യത്തെ ഷഷ്ടിച്ചോറ് ഫ്രീ ഉണ്ടെങ്കിൽ ഒരു 5 ചോറ് എനിക്ക് തരണം. അത് 5 എണ്ണമാർക്കൊക്കെ എനിക്കും എൻ്റെ കൂട്ടുകാരികൾ 3-4 പേരുണ്ട്, അവർക്കൊക്കെ കൂടെ 5 ചോറ് ഫ്രീ തരണം എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കൊക്കെ പൈസ എടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ പിന്നെ സാമ്പത്തികമുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഫ്രീ തരത്തില്ല. അതവിടെ വരുന്ന പാവങ്ങൾക്കും പിന്നെ പൈസ ഇപ്പോൾ വണ്ടിക്കൂലി ചിലവാക്കി അമ്പലത്തിൽ വന്നിട്ട് പിന്നെ 20-25 രൂപ കൊടുത്ത് ചോറ് വാങ്ങി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കുള്ളതാണ്, നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അങ്ങനൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊടുക്കാൻ. ഇപ്പം ഒരാൾ നേർന്ന അയാൾക്ക് 200 ചോറിൻ്റെ പൈസ അയാൾ അടച്ചിട്ടല്ലേ നമുക്ക് തരുന്നത്, അതിനിപ്പോൾ എന്തോ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ തർക്കിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് അമ്പലത്തിൽ എത്തുന്നിടം വരെ നന്നായിട്ട് തർക്കിച്ചു. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല, നീ എന്ത് പറഞ്ഞാലും നിനക്ക് ചോറ് തരത്തില്ല, നീ ഒരു കാര്യം ചെയ്യുന്നു, എന്നാൽ നീ പൈസ കൊടുത്താൽ 5 ചോറ് എല്ലാവർക്കും വാങ്ങി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. എന്തായാലും കൊള്ളാം, ഭയങ്കരമായിട്ട് വഴക്കൂടി ഞങ്ങൾ രണ്ടും കൂടെ അമ്പലത്തിൽ ചെന്നു. അപ്പോഴും എൻ്റെ കൂടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്ക് വേണമെങ്കിൽ ഒരു ചോറ് തരാം, ബാക്കിയുള്ളവരൊക്കെ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കട്ടെ, അതേ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കും ഒരു ചോറ് വേണ്ട, ചേട്ടൻ തരുന്നെങ്കിൽ ഞങ്ങൾക്ക് 5 പേർക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട, ഞങ്ങളെല്ലാവരും പൈസ കൊടുത്ത് മേടിച്ചോളാം, ഇനി ചേട്ടൻ്റെ ചോറേ വേണ്ട, പിന്നെ ചോദിച്ചത് തെറ്റായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനും എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ അമ്പലത്തിന് മുമ്പിൽ ചെന്ന് കാറിലിറങ്ങി. കാറ് തുറന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്കങ്ങ് സങ്കടം സഹിക്കുന്നത് എന്താണെന്നറിയത്തില്ല. എനിക്കങ്ങ് സങ്കടം എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടും പിന്നെ എന്താണെന്ന് അറിയത്തില്ല, എനിക്കൊരു ഭയങ്കര മനപ്രയാസമായിട്ട്. അങ്ങനെ ഞാൻ ഇറങ്ങി നടന്നു വരുന്ന വഴിക്ക് ഈ കോവിലിൽ തന്നെ ഉള്ള ചേച്ചിയുണ്ട്, ഞങ്ങളുടെ അടുത്തൊരു ചേച്ചിയാണ്. ചേച്ചി അവിടെ മാലയൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി എന്നോട് ചോദിച്ചു, എന്താ പ്രീതേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്, രണ്ടുപേരും കൂടെ വഴക്കൂടി വരുവാന്നോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് ഞാൻ മേളിൽ പോയി കോവിലിൽ ചെന്നും ഭഗവാന്റെ അടുത്ത് ചെന്ന് തൊഴുവാണ്. തൊഴുതെങ്കിലും എൻ്റെ മനസ്സിനകത്തങ്ങ് സങ്കടം വരിക. എന്ന് വെച്ചാൽ ഒരു ചോറ് ചോദിച്ചണക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്തയോ എന്തോ അതെനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ട് ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിളിച്ചെന്നെ. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒന്നാമതെ എൻ്റെ മനസ്സിലൊക്കെ ദേഷ്യം ഇരിക്കുന്നത് കൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാനേ പോയില്ല. വീണ്ടും ഞാൻ നിന്ന് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് അടുത്തോട്ട് വന്നിട്ട് പറയുക, ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം പറയുകയാണേ, ഇന്ന് എല്ലാ ചോറും ഫ്രീ ആണ്. ഇന്ന് കോവിലിൽ വന്ന് ചോറുണ്ടെന്ന് എല്ലാ മനുഷ്യർക്കും ചോറ് ഫ്രീ ആണ്. ഒന്ന് ഓർത്ത് വെക്കും. നമ്മൾ ഒരു ചോറ് ചോദിച്ചതപ്പോൾ ചേട്ടൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇന്ന് ആരും പൈസ അടയ്ക്കണ്ട, ഇന്ന് ആരൊക്കെ അവിടെ ഷഷ്ടിച്ചോറുണ്ടെന്നോ അവർക്കെല്ലാ ചോറും ഫ്രീ ആണ്. ഒരു ഭക്തൻ്റെ വകയായിട്ട് ഇന്ന് എല്ലാ ഷഷ്ടിച്ചോറും ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഭഗവാന്റെ അടുത്ത് നിന്ന് കരയണോ ചിരിക്കണോ എന്തോ അറിയാൻ വയ്യ. തൊഴുതുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ തന്നെ വന്ന് പറയുന്നത്, ആ കാറിൽ ഇരുന്നുണ്ടായ ബഹളത്തിന് അമ്പലത്തിൽ വന്ന ഉടനെ ഇത്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചെന്താ, നീ ഒരു ചോറിനല്ലേ നീ കരഞ്ഞോളൂ, ഇന്ന് മൊത്തം ചോറ് നിനക്ക് ഫ്രീ ആയിട്ട് തന്നേക്കാന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞ കണക്കാണ് എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞ കണക്ക്
നമ്മളിപ്പം മുരുകനെ ഭജിച്ചാലും കൃഷ്ണനെ ഭജിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള ഒറ്റ ഒരു ദൈവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ത് വെച്ചാൽ എനിക്ക് കൃഷ്ണനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടുത്ത ആൾ എന്ന് വെച്ചാൽ കളിക്കൂട്ടുകാരൻ പോലെ. എന്ത് കാര്യവും എന്ത് വിഷമവും എന്ത് ദേഷ്യവും പിന്നെ വഴക്ക് കൂടുന്നതും മിണ്ടാതിരിക്കുന്നതും എല്ലാം കൃഷ്ണനോടാണ്. കൃഷ്ണനോട് അത്രയ്ക്ക് ഒരു ഇഴുകിച്ചേർന്ന ഇതാണ്. നമുക്കൊരു എന്തോ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും അത് തീർക്കുന്നത് കൃഷ്ണൻ്റെ അടുത്ത് പോയി പറഞ്ഞ് കരഞ്ഞ് അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ അവിടെ സന്തോഷം വന്നാലും ഓടി അവിടെ ചെന്ന് പറഞ്ഞ് എന്ത് കിട്ടിയാലും കൊണ്ട് കാണിച്ച് ഒക്കെ ചെയ്യുന്നത് ഞാൻ കൃഷ്ണനോടാണ്. കൃഷ്ണനാണ് അങ്ങനെ ഒരു അടുപ്പാണ് കൃഷ്ണനോട്. മുരുകനോട് എന്നാൽ അങ്ങനല്ല, ഒരു ഭയങ്കര ഭയഭക്തി ബഹുമാനം. അത് ഇല്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ആ പരിചയം വന്നേ. എങ്കിലും എന്ത് നമ്മളൊരു മനസ്സ് നമുക്ക് വിഷമമുണ്ടോ അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മുരുകസ്വാമിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് അതിനൊരു മനപ്രയാസം മാറ്റിത്തരും. അതും അച്ചട്ട് കാര്യമാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ സങ്കടം വരും. അതും ഒരു സത്യമാണ്. പിന്നെ ഞാനങ്ങനെ പോയി ഒന്നും പറയാറില്ല. തീരെ മനപ്രയാസം സഹിക്കാൻ വയ്യാത്ത കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ മുരുകൻ്റെ അടുത്ത് പോയി പറയാറുള്ളൂ. അത് നമുക്കൊരു ബ്രദറിൻ്റെ കൂടെ, നമ്മുടെ ഒരു മൂത്ത സഹോദരൻ, നമ്മളെപ്പോഴും പോയി അങ്ങ് തോളിൽ കൈയിട്ട് സംസാരിക്കുകയും ചിരിക്കുകയൊന്നും ചെയ്യത്തില്ലല്ലോ ഒരു സഹോദരനോടാകുമ്പോൾ. അതേപോലെയാണ് മുരുകസ്വാമിയോടുകൂടെ. തീരെ മനസ്സിൽ കൊള്ളാത്ത എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പോയി പറയും. അപ്പോഴതിന് എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചും തരും. അതേസമയം കൃഷ്ണനോട് അങ്ങനല്ല. കൃഷ്ണൻ്റെ കൂടെ നമുക്ക് ഡെയിലി ഉള്ള കാര്യം പറയും. ഡെയിലി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ വഴക്കൂടിയിട്ടുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ, എല്ലാം പറയും. അങ്ങനെയാണ് എനിക്ക് കൃഷ്ണനോടുള്ള സ്നേഹം. മുരുകനോട് അതിനേക്കാളെന്നല്ല, അതുപോലല്ല, വേറൊരു രീതിയിൽ ഭയങ്കര ഒരു ആദരവും ബഹുമാനവും ഒക്കെ കൂടെ കലർന്ന ഒരു സ്നേഹമാണ് മുരുകൻ്റെ. അതുപോലെ മുരുകനോട് നമ്മൾ ചെയ്യുന്ന കാര്യവും വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ്. നമ്മളൊരു ആളിനെ ഇത്തിരി ഇതായിട്ട് വേണം കാണാൻ, അല്ലാതെ നമ്മുടെ ഒരു കളിപ്പാവയായിട്ടൊന്നും കാണാൻ പാടില്ല. ഒന്ന് ചെയ്യുന്ന ഒരു തെറ്റൊന്നും അങ്ങനെ പുള്ളി പെട്ടെന്ന് അങ്ങനെ ക്ഷമിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം എന്ത് കാര്യവും നമ്മൾ ചെയ്യാൻ. കൃഷ്ണൻ്റെ കൂടെ അങ്ങനെയല്ല. ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് തെറ്റിപ്പോയാലും അങ്ങനെ ആയിപ്പോയി കേട്ടോ, അങ്ങ് ക്ഷമിച്ചേക്കണേ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാനും ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൃഷ്ണനോടാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് മുരുകനോടും. ഇവിടെ വന്നാണ് ഷഷ്ടിവ്രതമൊക്കെ എടുക്കാൻ പഠിച്ചത്. എല്ലാ മാസത്തിലെ ഷഷ്ടിവ്രതം എടുക്കും, അതേപോലെ സ്കന്ദഷഷ്ടി വ്രതം എടുക്കും. അതുകൊണ്ട് ഇവിടെ വന്ന് അവരുടെ കയ്യിൽ നിന്ന് അതെല്ലാം എങ്ങനെ എടുക്കണ്ടേന്ന് പഠിച്ചെടുത്തത് കൊണ്ടും എനിക്ക് അതിലൊന്നും ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം ഒരു ദൈവമാണ്, എല്ലാം നമ്മളും വിശ്വസിക്കുന്നത് പോലെയാണ്. പല ഭാവത്തിൽ കാണണമെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ശിവനെ ആരാധിക്കുന്നവർക്ക് അത് ശിവൻ്റെ രൂപത്തിൽ കാണാം, മുരുകനെ ആരാധിക്കുന്നവർക്ക് മുരുകൻ്റെ രൂപത്തിൽ കാണാം, ദേവിയെ ആരാധിക്കുന്നവർക്ക് ദേവിയുടെ രൂപത്തിൽ കാണാം. ഏതാണ് നമ്മുടെ മനസ്സിന് ഇഷ്ടം തോന്നുന്നത്, നമുക്ക് ഏതാണ് യോജിക്കുന്നത്, അതിനെ ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഒരു ഏകദൈവം അല്ലല്ലോ, ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ എന്ന് പറയുന്നതാണ്. നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. ഗണപതിയെ ഇഷ്ടമുള്ളവർക്ക് ഗണപതിയുടെ രൂപത്തിൽ ആരാധിക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ, ഇപ്പം ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ അത് അതിന് ശംഖ് ചക്ര ഗദ പത്മത്തോടു കൂടി വന്ന് അവതരിച്ച് നമുക്ക് അങ്ങനല്ലല്ലോ. നമുക്ക് ഒരു അനുഭവം ഇതുപോലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ കിട്ടുമ്പോഴായിരിക്കും ഭഗവാനെ ഞാനിത് മനസ്സിൽ കണ്ട് ഇത്ര വിഷമിച്ചപ്പോൾ ഉടനെ തന്നെ എനിക്ക് ഇത്രയും ചോറ് ഫ്രീ ആണെന്ന് കേട്ടപ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷം. അന്നേരം ഭഗവാൻ നമ്മുടെ ആ വിഷമം അറിഞ്ഞല്ലോ എന്നൊരു സന്തോഷം. അതൊക്കെയാണ് നമുക്ക് ഭഗവാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഇത് ഭഗവാനാണ്, ഇത് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് അവതരിച്ച് നമുക്കൊരു കാര്യം ചെയ്തു തരും, അങ്ങനല്ല. നമുക്കൊരു ആപത്തിലോ അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോഴോ ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴോ നമ്മുടെ മുമ്പിൽ നമുക്ക് വേറൊരാളുടെ രൂപത്തിലോ എന്തെങ്കിലും ഒരു വാഹനത്തിൻ്റെ രൂപത്തിലോ പക്ഷിയുടെ രൂപത്തിലോ മൃഗത്തിലോ എന്തിൻ്റെങ്കിലും രൂപത്തിൽ നമുക്കത് സഹായകരമായി വരുമ്പോഴാണ് നമുക്ക് അവിടെ ദൈവത്തിൻ്റെ കളി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എനിക്കൊരു മുരുകൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒന്നല്ല, ഒരുപാട് 2-3 ഉണ്ട്. എല്ലാം കൂടെ പറയണ്ടെന്ന് കരുതിയതാണ്. ഇതെൻ്റെ മനസ്സിൽ വളരെ തട്ടിയ ഒരു അനുഭവം ആയതുകൊണ്ടാണ് ഞാനിപ്പം ഇതിവിടെ പറയാമെന്ന് കരുതിയത്. അതുകൊണ്ട് എല്ലാം ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്നാണ്. പല രൂപത്തിലും പല ഭാവത്തിലും നമ്മൾ കാണുന്നെന്ന് മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാൻ. അങ്ങനെ രാവിലെ വ്യാഴാഴ്ച വ്രതത്തിനൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്, ഇതൊക്കെ പറയാമെന്ന് കരുതിയത്. പിന്നെ നിങ്ങളുടെയൊക്കെ വിശ്വാസം എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റുകളിലൂടെ എഴുതുക.
ഞാൻ എന്തെങ്കിലും പറഞ്ഞതിലൊക്കെ വന്ന തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക. ഇത് കേൾക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഈ പറച്ചിലൊക്കെ ഭയങ്കര ബോറടിയായിട്ട് തോന്നും. അങ്ങനെയുള്ളവർ കേൾക്കണ്ട കേട്ടോ. ഞാനിത് ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെ വീട്ടമ്മമാർ, ഇതുപോലെ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോ ഒക്കെ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. മറ്റു വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.